ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. മാർക്കോയുടെ 4-ാം ദിവസത്തെ പ്രകടനം എങ്ങനെയുണ്ട് എന്നുള്ള ചോദ്യത്തിന് ഇത് തന്നെയാണ് ഉത്തരം. സ്ക്രീൻഷോട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബുക്ക് മൈ ഷോ ആപ്പും അതേപോലെ ട്രാക്കേഴ്സിൻ്റെ കളക്ഷൻ റെക്കോർഡുകളും റിപ്പോർട്ടുകളും ഒന്ന് നോക്കാം എന്നുള്ളതാണ്. ഇന്ന് ഉച്ചവരെയുള്ള റിപ്പോർട്ടുകൾ കാണുമ്പോൾ അത് കണ്ണ് തെള്ളിക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ്. സിനിമയുടെ കളക്ഷൻ കാണിക്കുന്നത് 1032 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ പ്രീ സെയിലിലൂടെ മാത്രമായിട്ട് 1,35,00,000 രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു സിനിമയുടെ കളക്ഷനായി വന്നത്. ഇന്ന് 1032 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 1,44,000 മുകളിലുള്ള ആളുകളാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ മുഴുവനാണ്. ഇതുവരെയുള്ള ഒക്യുപ്പൻസി വന്നിരിക്കുന്നത് 51.98, അതായത് 52% ഒക്യുപ്പൻസി. ഉച്ചവരെയുള്ള സമയത്തെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. ഉച്ചവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ചിട്ട് 2,25,59,000 രൂപയാണ് ഇതുവരെ ട്രാക്കേഴ്സ് മുഖാന്തരം, അതായത് 3 കോടി കഴിഞ്ഞിരിക്കുന്നു ഉച്ചവരെയുള്ള കളക്ഷൻ. നമുക്ക് എടുത്തു പറയേണ്ട കാര്യം വേറെ ഒന്നുമല്ല, ആദ്യ ദിവസം സിനിമയുടെ മുഴുവനായിട്ടുള്ള കളക്ഷൻ 3,68,00,000 രൂപയായിരുന്നു കേരളത്തിൽ നിന്നുള്ളത്. അതായത് 4.5 കോടിയായിരുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. ആ ഒരു സ്ഥാനത്താണ് ഇന്ന് ട്രാക്കേഴ്സ് മുഖാന്തരം 2,25,00,000 രൂപ ഉച്ച സമയത്ത് എത്തിയിരിക്കുന്നത്. ആദ്യ ദിനത്തെ, അതായത് ഒരു റിലീസ് ദിനത്തേക്കാൾ കൂടുതൽ. ഇനി സെക്കൻഡ് ശനിയാഴ്ചത്തെ കളക്ഷൻ ഭാഗം വന്നത് 3,83,00,000 രൂപ, അതായത് 4.25 കോടിക്ക് അടുത്താണ് വന്നത്. 3-ാം ദിവസമായ ഞായറാഴ്ച 4,25,90,000 രൂപയായിരുന്നു ട്രാക്കേഴ്സ് മുഖാന്തരം വന്ന കളക്ഷനെങ്കിൽ, അതായത് 5 കോടിക്ക് മുകളിലേക്ക് സിനിമയുടെ കളക്ഷൻ 3-ാം ദിവസം വന്നു. അത് വെച്ച് നോക്കുമ്പോൾ 4-ാം ദിവസം തിങ്കളാഴ്ച ഒരു വർക്കിംഗ് ഡേയിൽ സാധാരണ താഴെ വീണോ എന്നുള്ള ഒരു ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നതെങ്കിൽ ഇത് താഴെ വീണയല്ല, റോക്കറ്റ് പോലെ മുകളിലേക്ക് കുതിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉച്ചവരെ നേടിയിരിക്കുന്നത് ഇന്നലെ ലഭിച്ച കളക്ഷൻ്റെ 3/4 ഭാഗമാണ് എന്നുള്ളത്. 5 കോടിയാണെങ്കിൽ ഇന്ന് 3 കോടിയോളമാണ് ഉച്ചവരെ ഫൈനൽ ഗ്രോസ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത്. പ്രതീക്ഷിക്കുന്ന ഇന്നത്തെ ഫൈനൽ ട്രാക്കേഴ്സ് മുഖാന്തരം പറയുന്നു 5,63,71,000 രൂപയാണ് എന്നുള്ളത്. അതായത് 6.5 കോടി ആയിരിക്കാം ഇന്നത്തെ കളക്ഷനായിട്ട് വരുന്നത്. ഒരു പക്ഷേ ഇനിയും കൂടാം. കാരണം ഇവിടെ ഷോ നോക്കുമ്പോൾ നമുക്ക് പറയാനുള്ള, ബുക്ക് മൈ ഷോയിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഫാസ്റ്റ് ഫില്ലിംഗ് ആണ്. കൊച്ചിയിൽ 100 അല്ല 150 മുകളിലുള്ള ഷോകൾ ആണ് നമുക്കിവിടെ ഓൾമോസ്റ്റ് ഫുള്ള് എന്നുള്ള, അല്ലെങ്കിൽ തിരിച്ചെണ്ണുന്നതായിരിക്കും നല്ലത്. 20 അല്ലെങ്കിൽ 15-20 ഷോകൾ മാത്രമാണ് ഗ്രീൻ ആയിട്ടുള്ളത്, പലതും ഹൗസ്ഫുള്ളുമാണ്. ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ കോഴിക്കോട് 30 മുകളിലുള്ള ഷോകൾ ഓൾമോസ്റ്റ് ഫുള്ളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പാലയിൽ 10 മുകളിലും, ആലപ്പുഴയിൽ 20 മുകളിലും, തിരുവനന്തപുരത്ത് 25 മുകളിലും ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൊച്ചിയിൽ നമുക്ക് ഒരു രക്ഷയും ഇല്ലാത്ത തൂക്ക് തന്നെയാണ്. ഹിന്ദിയിലും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ബുക്കിംഗ് തന്നെയാണ് നമുക്ക് ഇന്ന് കാണുന്നത്. ഓരോ ദിവസവും ഹിന്ദി കളക്ഷനും കൂടി വരുന്ന ഒരു കാഴ്ച. എന്താണേലും ഈ ഒരു കാഴ്ച കാണാൻ കൗതുകം തന്നെയാണ്, സന്തോഷമാണ്, ഭയങ്കര രസകരമായിട്ട് തന്നെ പോകുന്നു. ഉച്ചവരെ, അതായത് നമ്മളുടെ സമീപകാലത്ത് വന്നിരിക്കുന്ന വലിയ സൂപ്പർ ഹിറ്റ് അടിച്ചിരിക്കുന്ന സിനിമകൾക്ക് പോലും ഉച്ച സമയം കൊണ്ട് 3 കോടി, അതും ഒരു വർക്കിംഗ് ഡേയിൽ ലഭിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് മാർക്കോയുടെ വ്യത്യാസം. മാർക്കോ 100 കോടി ഉറപ്പിക്കുകയാണ്. ഇന്ന് കൊണ്ട് സിനിമ 50 കോടി എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത്. ആർമാദിക്കുകയാണ് എന്ന് പറയാം. ഹനീഫ് അദേനിയുടെ ഉണ്ണി മുകുന്ദൻ്റെയും ഈ ഒരു സിനിമ ജനങ്ങൾ ഏറ്റെടുത്തു. അതിനിടയിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതൊരു ഭയങ്കരമായിട്ടുള്ള കൊടൂരമായിട്ടുള്ള സിനിമ എന്ന് പറയുമ്പോൾ ഫാമിലി ഇടിച്ചു കയറുന്നു എന്നുള്ളതാണ്. ഇത് ഫാമിലിക്ക് എന്തേ ഈ സിനിമ കണ്ടുകൂടെ എന്നുള്ളൊരു ചോദ്യം പോലെ തന്നെയാണ്. അതെ, ഗംഭീരമായി, ഇതൊരു ഫാമിലി ഓറിയൻറ്റഡ് മൂവി തന്നെയാണ്. കുറച്ച് വയലൻസ് കൂടുതലുണ്ട് എന്നുള്ളത് മാത്രം. ഫാമിലിക്ക് വേണ്ടിയാണ് മാർക്കോ ഇതെല്ലാം ചെയ്യുന്നത്, അതെല്ലാവർക്കും തെളിയുന്നു. ആളുകൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇടിയാകുന്നു. തിയേറ്ററുകൾ കൂടുതൽ കൊടുക്കേണ്ട ഒരാവശ്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. മാക്സിമം ഷോ ആഡ് ചെയ്യപ്പെടുകയാണ്. വെറും 974 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ട ആദ്യ ദിനത്തിൽ നിന്ന് ഇന്ന് ഉച്ചവരെ ട്രാക്ക് ചെയ്യപ്പെടേണ്ടി വന്നത് 1032 ഷോകളോളമാണ് എന്നുള്ളതാണ്. എന്താണെങ്കിലും തകർത്ത് ഇടിച്ച് മുന്നോട്ട് കയറട്ടെ. നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം, സബ്സ്ക്രൈബ് ചെയ്ത് തരണം. ഗ്രീൻ മീഡിയാസ്.